അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്നാണ് വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റിയെന്ന AP കുട്ടിയാൽ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്നത്. കണ്ട, ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. നോക്കണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ മറ്റാരെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അത് അല്ലാഹു ഇബ്ലീസിന്റെ പ്രമേയമാണ്. എവിടേക്ക് തിരിഞ്ഞാ ദുആ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണം എന്നാ കാന്തപുരം പറയുന്നത്. നിങ്ങൾ കേട്ടോളി, ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ല, റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണമെന്ന് സാക്ഷാൽ കാന്തപുരം തന്നെ പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളി. ചില ആളുകൾ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ റസൂലുള്ളാഹിന്റെ നേരെ തിരിഞ്ഞിക്കാൻ പാടില്ല എന്ന് പറയും. മദീനത്ത് ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ദ്വാരക്കുമ്പോ ചില വിവരമില്ലാത്ത പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹിനെ നമ്മള് പിന്നിലാക്കിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി തിരിക്കും. നമ്മളെ നാട്ടിലാണെങ്കിൽ അവനെ ഉന്തിയിട്ട് അവിടുന്ന് പുറത്താക്കും. അവിടെ ആയതുകൊണ്ട് നീ പോന്ന് പറയും. അള്ളാഹുവിന്റെ ഹബീബിലേക്ക് തിരിഞ്ഞിട്ട് ദ്വാരക്കണം. സിയാറത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ദുആ ചെയ്യണം. അതാണ് സുന്നത്ത്. നോക്കൂ നിങ്ങൾ, സുന്നത്ത് നബി പറഞ്ഞതാ തന്നെ, സുന്നത്താകണി നബി പറയണ്ടേ? സ്വഹാബത്ത് എന്താ പറഞ്ഞത്? എന്താ കാണിച്ചത്? ഇമാം മാലിക്കിനോട് ചോദിച്ചു, എന്താ തിരിയേണ്ടത്? ഖിബലയിലേക്ക് തിരിയണമെന്ന് അദ്ദേഹം പറഞ്ഞത്.